ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനൂസ് തിരുനാരായണൻ. നമ്മൾ നോക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാല. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമ്മളെല്ലാവരും ചപ്പാത്തി, പൊറോട്ട, ബട്ടർ നാൻ, ബട്ടർ നാൻ, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് പനീർ ബട്ടർ മസാല. നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇരുന്ന് കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. 1 സ്പൂണ് എണ്ണയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് ഉരുക്കി വരട്ടെ. ബട്ടർ ഉരുക്കി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പ് ആഡ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് അതൊന്ന് ഉള്ളി ഒന്ന് സെറ്റായി കിട്ടും. ഏകദേശം ഉള്ളി ഈ ഒരു പരുവ് എത്തുന്ന സമയത്ത് 2 തക്കാളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഏകദേശം വഴറ്റി വരുമ്പോൾ ഒരു തുണ്ട് ഇഞ്ചി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് മുറിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇത് ഏകദേശം ഒന്ന് റെഡി ആകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 5-6 കാഷ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എണ്ണ ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മൂടി വെച്ചിട്ടും ചെയ്യാം, നമുക്ക് ഇതുപോലെയും നമുക്ക് മൂടി വെക്കാതെയും ചെയ്യാം. ഏകദേശം വഴറ്റി വരുമ്പോൾ ഈ ഒരു പരുവമാകുന്ന സമയത്ത് നമ്മൾക്ക് ഇതിനെ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആറാൻ വയ്ക്കുക. ഇതൊന്ന് ആറിയതിന് ശേഷം നമ്മൾക്ക് മിക്സിയിൽ ഇതിനെ അടിച്ചെടുക്കേണ്ടതുണ്ട്. നമുക്കിത് മിക്സി ജാറിലേക്ക് മാറ്റി നമുക്കിത് അരച്ചെടുക്കണം. നമ്മളെ ഉള്ളി വഴറ്റിയ പാത്രത്തിൽ തന്നെ അതേ പാത്രത്തിൽ തന്നെ നമുക്കൊരു 1 സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബേ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. 2 പട്ട ആഡ് ചെയ്ത് കൊടുക്കുക. 2 ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുക. 2 ഗ്രാമ്പൂ. ഇതെല്ലാം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി തക്കാളിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സി ജാറിൽ നമ്മൾ അതിൻ്റെ ഇതെല്ലാം കൂടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം എല്ലാം ചേർത്തിട്ടാണ് ഒഴിച്ചിരിക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക.
നമ്മുടെ ഇതൊക്കെ ഒന്ന് ബാലൻസിങ് ആയിട്ട് വരാനാണ്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്യുക. ഒന്ന് തിളച്ച് വരട്ടെ. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇത്തിരി വെള്ളം പോരാത്ത പോലെ തോന്നി. ഏകദേശം തിളച്ച് വരുന്ന സമയത്ത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് വീട്ടിലുണ്ടാക്കിയ പനീരാണ്. ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പനീരിട്ട് കുറച്ചെല്ലാം നമ്മളെല്ലാം ഏകദേശം റെഡി ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ക്രീം യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ക്രീം യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് കസ്തൂരി മേത്തി എടുത്തിട്ട് ജസ്റ്റ് ഒരു പിടി എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടാൽ തന്നെയാണ് നമുക്ക് നമ്മുടെ ഹോട്ടൽസിലെല്ലാം കിട്ടുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു മണവും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ ഫ്ലേവറൊക്കെ വരണമെങ്കിൽ നമുക്ക് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ ബട്ടർ മസാല എല്ലാം റെഡി, സൂപ്പറായിട്ട് റെഡി ആയിരിക്കണം. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ ഷിനു സുരേന്ദ്രനാണ്. സൈനിങ് ഓഫ്. ബൈ.